lovely people. Hope everyone is doing good. Once again, welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ബഹറിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നമുക്ക് വഴിയേ പറയാം. ഞാനിവിടെ ബഹറിന് വന്നിട്ട് തന്നെ ഇപ്പം 1 വർഷം കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് ഞാൻ പോലും പോകാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഞാനും സാവിയും പിന്നെ സംഖ്യ നമ്മുടെ വീട്ടിലേക്ക് വന്നായിരുന്നു. നമ്മൾ 3 പേരും ഒരുമിച്ചാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി എല്ലാവരും ഓൺ കോൾ കോൺഫറൻസിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ലൊക്കേഷൻ വരെ പോയത്. നമ്മൾ ആക്ച്വലി ഇട്ട പ്ലാൻ എന്ന് പറഞ്ഞാൽ ദൂരത്തിൽ ബഹറിലേക്ക് പോകാനാണ്. ബട്ട് ഓൺ ദി വേ ആണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടുത്തെ റോഡ് ക്ലോസ്ഡ് ആണ്, പിന്നെ എന്തൊക്കെയോ പാസ് വേണം. സോ നമ്മൾ ആ പ്ലാൻ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്ത് നെക്സ്റ്റ് പ്ലാൻ ഓൺ ആക്കി. ഈ മാപ്പിൽ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇറ്റ്സ് ദ ട്രീ ഓഫ് ലൈഫ്. ബഹറിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഓൺ ദി വേ ഫുൾ ഡെസേർട്ടഡ് ആയിരുന്നു, ഫുൾ ബ്ലാങ്ക്. അവിടെ ബിൽഡിങ്സ് അങ്ങനത്തെ ഇതൊന്നുമില്ല, ഓൺലി പെട്രോളിയം അങ്ങനത്തെ ഫാക്ടറീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പം കൊച്ചു സ്റ്റോൾസ് ഒക്കെ നമുക്ക് കാണാം. പക്ഷെ മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നാഷണൽ ഡേ കൂടെ ആയിരുന്നു. നമ്മൾ വേഗം എത്തി പാർക്ക് ചെയ്ത് ഇനി നമ്മുടെ ഫ്രണ്ട്സും കൂടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ട്രീ ഓഫ് ലൈഫിൽ വന്നാൽ പിന്നെ സൺസെറ്റ് അവിടെ നിന്ന് കാണുന്ന ഭയങ്കര വൈബാന്നൊക്കെ കേട്ടായിരുന്നു. സോ നമ്മൾ കറക്റ്റ് സൺസെറ്റ് ടൈം ആയപ്പോഴാണ് എത്തിയത്. നമ്മളെത്തിയ ഒരു 5 minutes കഴിഞ്ഞപ്പോൾ തന്നെ അബി ആൻഡ് സെബിൻ ഓൾസോ നമ്മളെ ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് അവിടെ പോയി. അവിടെ എന്താണെന്നറിയില്ല, ആ ഒരു ഏരിയയിൽ മാത്രം ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ഒന്ന് കുറേ നേരം അവിടുത്തെ സൺസെറ്റ് വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, 2-3 ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും അവിടെ നിന്ന് എടുത്തു. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി ടെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. സോ അവരതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് അവിടെ അടുത്ത് ഒരു കഫേയിലേക്കാണ് പോയത്. ദാറ്റ്സ് ദി 8 കഫേ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കഫേയാണ്. ഭയങ്കര ഈസ്തെറ്റിക് വൈബൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കഫേ ആയിരുന്നു. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ബഹറിന് വന്നിട്ട് ഇതുവരെ ഒട്ടകത്തിനെ കണ്ടിട്ടില്ലായിരുന്നു. സോ അവിടെ 2 ഒട്ടകം ഉണ്ടായിരുന്നു. മെയിൻലി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരും അവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇങ്ങനൊരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ആ ഒരു ടൈമിൽ ബോയ്സ് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. കാരണം അവിടെ ഒത്തിരി കോഫി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ നോക്കി അവർ കുറച്ച് ഓർഡറൊക്കെ കൊടുത്തു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വന്നും പോയി ഇരിപ്പുണ്ടായിരുന്നു. ഇൻ ദ മീൻ ടൈം നമുക്ക് നമ്മുടെ കോഫിയും സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും ഒക്കെ കിട്ടി. നമ്മളത് കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി സ്ട്രെയിറ്റ് നമ്മൾ സിറ്റി സെൻറ്ററിലേക്കാണ് എത്തിയത്. അവരെല്ലാവരും അങ്ങോട്ട് തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ്. നാഷണൽ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓർത്ത് അതൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. കുറച്ച് ഷോപ്സിലൊക്കെ നമ്മൾ പിന്നെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അവിടെ അറാബ്സിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ടു അൽബേക്ക്. അവിടുന്ന് കുറച്ച് സ്നാക്സ് വാങ്ങി കഴിച്ചു. നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ വരാമെന്ന് പറഞ്ഞു. അവരെയും കൂടെ മീറ്റ് ചെയ്യാൻ നമ്മൾ പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കർബാബാദ് ഗ്രിൽസ്, വലിയൊരു ഗ്രിൽ റെസ്റ്റോറൻ്റാണ്, അവിടെ എത്തി. സോ അവിടെ ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. കുറേ ഫുൾ ഓഫ് അറബ്സ് ആയിരുന്നു മോസ്റ്റ്ലി. പക്ഷേ ലൈറ്റിങ്സ് ആവട്ടെ വൈബാവട്ടെ വേറെ ലെവലായിരുന്നു. ഞങ്ങൾ കുറേ നേരം അതിലൊക്കെ നടന്ന് അവിടുത്തെ എല്ലാ വ്യൂസൊക്കെ കണ്ടു. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തു. സോ വി ഓർഡേഡ് സം ഗ്രിൽസ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കണ്ടത് അവിടെ ഈ ഷെൽസിൻ്റെ അകത്തുനിന്ന് പേൾസ് എടുക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ ബിബിലിന് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. സോ അവൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഓർഡർ കൊടുത്തു. 1 ദിനാറിന് നമുക്ക് 6 ഷെൽസ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. അവരത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് പേൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തരും. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ അകത്തുനിന്ന് 2 എണ്ണത്തിൽ നിന്ന് 2 കുഞ്ഞി പേൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ തപ്പിയിട്ടാണ് കേട്ടോ കിട്ടിയത്. അതും വാങ്ങി നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഭയങ്കര തണുപ്പും മഴയും ഒക്കെ തുടങ്ങുമായിരുന്നു. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ലോഗുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ഫ്രം ദേവിക.